Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇവയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സ്ക്രീനിൽ സംഭവിക്കുന്നത് റിയൽ ന്യൂസ്, റിയൽ റിയാക്ഷൻസ്. വാച്ച്, റിയാക്ട്, റിപ്പീറ്റ്. പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ആദ്യ 100 കോടി നൽകിയ സംവിധായകൻ. 2010 ആദ്യമായി സംവിധാനം ചെയ്ത പോക്കിരി രാജയിലൂടെ മമ്മൂക്കായെയും പൃഥ്വിരാജിനെയും ഒന്നിപ്പിച്ച് വൻ വിജയം കൊയ്ത സംവിധായകൻ. സീനിയേഴ്സ്, മല്ലു സിംഗ്, സൗണ്ട് തോമ, കസിൻസ്, മധുരരാജ, ടർബോ തുടങ്ങി ധാരാളം വിജയ ചിത്രങ്ങൾ ഒരുക്കിയ മലയാള സിനിമയിലെ പ്രമുഖ കൊമേഴ്സ്യൽ സംവിധായകനായ വൈശാഖ് മമ്മൂട്ടിയുടെ ടർബോയ്ക്ക് ശേഷം തൻ്റെ പുതിയ മാസ് ആക്ഷൻ ചിത്രമായ ഖലീഫയിലൂടെ പൃഥ്വിരാജുമായി വരുന്നു ഇത്തവണത്തെ ഓണം മാസാക്കാൻ. ചിത്രത്തിൽ മാമ്പറക്കൽ ആമിർ അലി എന്ന ക്യാരക്ടറായാണ് പൃഥ്വിരാജ്. ഓണം റിലീസായി ഓഗസ്റ്റ് 20 വേൾഡ് വൈഡായി സ്ക്രീനുകളിലെത്തുന്ന ഖലീഫയിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ക്യാരക്ടറായി ക്യാമിയോ റോളിലാണ് ലാലേട്ടൻ എത്തുന്നത്. 2 ഭാഗങ്ങളായി ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ആദ്യ ഭാഗമായ പൃഥ്വിരാജിനെ നായകനാക്കുന്ന ഖലീഫയിൽ ദുബായിലെ സ്വർണ്ണക്കടത്ത് അധോലോകത്തെ പശ്ചാത്തലമാക്കി സ്വർണ്ണക്കടത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട ഗ്യാങ് വാറുമാണ് മെയിൻ പ്ലോട്ടായി പറയുന്നത്. എന്നാൽ 2ാം ഭാഗത്തിൽ ലാലേട്ടൻ നായകനായി മാമ്പറക്കൽ അഹമ്മദ് അലിയുടെ രക്തരൂക്ഷിതമായ കാലത്തിൻ്റെ കഥയാകും പറയുക എന്ന് സൂചനകൾ. 2ാം ഭാഗത്തിലും പൃഥ്വി ഉണ്ടാകും. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ലാലേട്ടൻ്റെ ചെറുമകൻ്റെ ക്യാരക്ടറാണ് പൃഥ്വിക്ക് ചിത്രത്തിൽ. 4 വർഷം മുമ്പ് പൃഥ്വി വൈശാഖ് കോംബോയിൽ അനൗൺസ് ചെയ്ത പ്രോജക്റ്റിന് 120 ദിവസത്തിലേറെ നീണ്ടുനിന്ന ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. പോക്കിരി രാജയ്ക്ക് ശേഷം ഇവർ ഒന്നിക്കുന്ന ഖലീഫ ദുബായ്, ലണ്ടൻ, നേപ്പാൾ, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിലെ വ്യത്യസ്ത ലൊക്കേഷനുകളിലാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ദുബായിലെ സ്വർണ്ണക്കടത്ത് അധോലോകത്തെ പശ്ചാത്തലമാക്കി സ്വർണ്ണക്കടത്തിൻ്റെ ബേസിൽ പടുകൂറ്റൻ ക്യാൻവാസിൽ പറയുന്ന ബിഗ് ബജറ്റ് എൻ്റർടൈനറായ ഖലീഫ ദി ബ്ലഡ് ലൈൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റായി കണക്കാക്കപ്പെടുന്നത് അപ്രോക്സിമേറ്റ് 40 കോടിയോളമാണ്. പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്ന ടാഗ് ലൈനിൽ വരുന്ന മാസ് സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറായ ഖലീഫ ദി ബ്ലഡ് ലൈൻ ചടുലമായ ചെയ്സ് സീക്വൻസ് കൊണ്ടും ആക്ഷൻ സീക്വൻസ് കൊണ്ടും വിപുലമാണ്. കഴിഞ്ഞ വർഷം 2025 ഒക്ടോബർ 16 പൃഥ്വിയുടെ ജന്മദിനത്തിൽ റിലീസായ ഖലീഫയുടെ ഗ്ലിംസ് വീഡിയോയിൽ ഇന്ദ്രൻസിൻ്റെ കഥാപാത്രമായ ഹംസ കസ്റ്റംസ് ഓഫീസറുടെ ചോദ്യം ചെയ്യൽ രംഗത്തിനിടെ പറയുന്ന സംഭാഷണത്തിൽ 1970കളിൽ സുക്കൂർ നരൈൻ ബാക്കിയ, ഹാജി മസ്താൻ, മുതലിയാർ, മാമ്പറക്കൽ അഹമ്മദ് അലി എന്നിവരുടെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങൾ തടയുന്നതിനായി അന്തരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വിദേശ നാണ്യ സംരക്ഷണ കള്ളക്കടത്ത് തടയൽ നിയമം കോഫെ പൊസെ അവതരിപ്പിക്കാൻ നിർബന്ധിതമായതിൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം നൽകുന്നു. ആദ്യ 3 പേരും യഥാർത്ഥവും കുപ്രസിദ്ധവുമായ കള്ളക്കടത്തുകാരാണെങ്കിലും മാമ്പറക്കൽ അഹമ്മദ് അലി സാങ്കല്പിക കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻസിൻ്റെ കഥ പറച്ചിലിൽ തുടങ്ങി ജെക്സ് ബിജോയുടെ BGMൻ്റെ അകമ്പടിയിലും പൃഥ്വിയുടെ കിൻഡൽ ഇടിയിലും വൈറലായ വീഡിയോയിൽ മാമ്പറക്കൽ അഹമ്മദ് അലി, മാമ്പറക്കൽ ആമിർ അലി എന്നീ 2 ക്യാരക്ടറുകൾ എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ബേസിൽ പടുകൂറ്റൻ ക്യാൻവാസിൽ പറയുന്ന ബിഗ് ബജറ്റ് എൻ്റർടൈനറാണ് ഖലീഫ എന്ന സൂചനയും ഗ്ലിംസ് വീഡിയോ നൽകുന്നുണ്ട്. ചിത്രത്തിലെ പൃഥ്വിയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകൾ ശ്രദ്ധ നേടിയിരുന്നു. 2 ഭാഗങ്ങളിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നതോടെ ചിത്രത്തിൻ്റെ ഹൈപ്പ് ഇരട്ടിയായി. സ്വർണ്ണക്കടത്തും അതുമായി ബന്ധപ്പെട്ട ഗ്യാങ് വാറുമാണ് ഖലീഫയുടെ മെയിൻ പ്ലോട്ട്. 15 മിനിറ്റോളം വരുന്ന ഭാഗങ്ങളാണ് ചിത്രത്തിൽ ലാലേട്ടൻ ഉള്ളതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രത്തിലെ മറ്റൊരു ക്യാമിയോ ടോവിനോ തോമസിൻ്റേതാണ്. ഒരു ഫൈറ്റ് സീനിൽ മാത്രമാണ് ടോവിനോ വരുന്നതെന്നും ചിത്രത്തിൽ വളരെയധികം ഹൈപ്പുള്ള റെയിൻ ഫൈറ്റിൽ പൃഥ്വിരാജിനൊപ്പം ടോവിനോയും ഉണ്ടെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞ കാര്യമാണ് ആദ്യ ഭാഗത്തിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഇതിഹാസത്തെ കാണുക, 2ാം ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തരൂക്ഷിതമായ ചരിത്രം അറിയുക. സിനിമയിലെ ലാലേട്ടൻ്റെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം സംവിധായകൻ വൈശാഖ് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയ കുറിപ്പാണ് ലാലേട്ടൻ്റെ മാമ്പറക്കൽ അഹമ്മദ് അലി ആദ്യ ഭാഗത്തിൽ തൻ്റെ മാജിക്ക് പൂർത്തിയാക്കി കഴിഞ്ഞു. ലാൽ സാറിന് ഒരുപാട് നന്ദി. ഇപ്പോൾ 2ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്
എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പ് ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ യാത്ര ഖലീഫയിലൂടെ തുടങ്ങിയിട്ടേയുള്ളൂ. ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററിൽ ദുബായ് സ്കൈ ലൈനും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ മാപ്പിന്റെ ആകൃതിയിൽ നിർമ്മിച്ച ചിഹ്നമുള്ള ഒരു ഹെലിപാഡിൽ പൃഥ്വി ഇരിക്കുന്നതായി കാണിക്കുന്നു. അതിലെ ടാഗ് ലൈൻ പ്രതികാരം സ്വർണ്ണലിപികളാൽ എഴുതപ്പെടും. സ്വർണ്ണക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ ദുബായിൽ പ്രധാനമായും നടക്കുന്ന ചിത്രം. പൃഥ്വിയും മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ചിത്രത്തിന്റെ റിലീസ് 20-ാം തീയതിയാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു ഹെലിപാഡിലൂടെ പൃഥ്വിയും സംഘവും നടക്കുന്ന പോസ്റ്ററിനൊപ്പമാണ് റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. ദുബായ് ആകാശത്തിന്റെ ധാരാളം ഐക്കോണിക് ചിത്രങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം. ഒപ്പം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ആകൃതിയിലുള്ള ഒരു ലോക്കറ്റ് മാല ധരിച്ച പൃഥ്വിയെ കാണാം. സിനിമയുടെ പാക്കപ്പ് പാർട്ടി ദുബായിൽ വെച്ച് കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നടക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഖലീഫയെക്കുറിച്ചും ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ജിനു എബ്രഹാമിനെ കുറിച്ചും സംവിധായകൻ വൈശാഖ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ജനശ്രദ്ധ ആകർഷിച്ചു. സംവിധായകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ കരിയറിലെ ഏറ്റവും സമാധാനത്തോടെ പൂർത്തീകരിച്ച ചിത്രമാണ് ഖലീഫ. ഞാൻ എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് 10-17 വർഷമായി. ഇത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ വളരെയധികം ആസ്വദിച്ച് ഒരു സിനിമ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും മികച്ച ഒരു ടീമിനെ സമ്മാനിച്ചതിന് ജിനുവിനോട് ഒരുപാട് നന്ദി. അടിപൊളിയായിരുന്നു. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും പെർഫെക്ഷനോടെ ചിത്രം ചെയ്യാൻ പറ്റി. എനിക്ക് 100% ഉറപ്പോടെ ഇപ്പോൾ പറയാൻ പറ്റും. കുറച്ചു വർഷം കഴിയുമ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർമാരുടെ കൂട്ടത്തിൽ ജിനു വി എബ്രഹാം ഉണ്ടാകുമെന്ന് ഉറപ്പ്. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന ആദ്യത്തെ ക്യാരക്ടർ പോസ്റ്ററിൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന നടി മോഹിനിയുടേതാണ്. നൂർജഹാൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന തിരക്കുള്ള നായിക നടിയായിരുന്നു മോഹിനി. ചിത്രത്തിൻ്റെതായി പുറത്തു വന്ന അസലായവളെ എന്ന ഗാനം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരുന്നു. പൃഥ്വിയും നായികയും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളാണ് സീരിയൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചിത്രത്തിൻ്റെ സിംഗിൾ പുറത്തു വന്നിരുന്നു. അതിലെ ഒരു സ്റ്റില്ലിൽ പൃഥ്വി, നായിക മാളവിക, രഞ്ജി പണിക്കർ, മോഹിനി എന്നിവർ. ഇതിൽ കല്യാണ വേഷത്തിലാണ് പൃഥ്വിയും നായികയും. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വന്നൊരു രസകരമായ ചർച്ചയാണ് പോസ്റ്ററിൽ പൃഥ്വിയുടെ മാതാപിതാക്കളായിരിക്കും രഞ്ജി പണിക്കരും മോഹിനിയും. അങ്ങനെയെങ്കിൽ പൃഥ്വിയുടെ മുത്തശ്ശനായ ലാലേട്ടൻ രഞ്ജി പണിക്കരുടെ അച്ഛനായിരിക്കും. രഞ്ജി പണിക്കരുടെ മകൻ പൃഥ്വി ഓക്കെ. പക്ഷേ ലാലേട്ടൻ്റെ മകൻ രഞ്ജി പണിക്കർ അത് മോശം കാസ്റ്റിംഗ് ആണെന്നും ചിലർ പറയുന്നത്. ജസ്റ്റ് ഖലീഫ തിങ്സ് എന്നാണ് മൂവി സ്ട്രീറ്റ് 2 ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത പോസ്റ്റ്. അതിലൊന്നും ഒരു കാര്യവുമില്ല. പെർഫോമൻസിലാണ് കാര്യം. ദിലീപ് സിദ്ദീഖിൻ്റെ അച്ഛനായില്ലേ? ആര്യ പൃഥ്വിരാജിൻ്റെ അച്ഛനായില്ലേ? ജയസൂര്യ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനായില്ലേ? പ്രായത്തിലല്ല, പെർഫോമൻസിലാണ് കാര്യം എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ദിനങ്ങൾ ബാക്കി നിൽക്കെ ഖലീഫ ഓഫ്ലൈൻ പ്രൊമോഷനുകൾ ആരംഭിക്കുന്നു. വരും ദിനങ്ങളിൽ ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചും മറ്റിടങ്ങളിൽ പ്രീ റിലീസ് ഇവൻറ്റും നടത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ ഭാഗമായി പൃഥ്വിയും ഖലീഫ ടീമും റിയാദിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ റൂഫ് ടോപ്പ് അരീനയിൽ പ്രൊമോഷൻ ചടങ്ങുകൾ നടത്തുന്നുണ്ട്. ഒപ്പം ലണ്ടനിലും പ്രൊമോഷൻ്റെ ഭാഗമായി ലണ്ടനിലെ സെൻറ്റ് ജോൺസ് ഹൈഡ് പാർക്കിലും നടത്തുന്നുണ്ട്. ബോളിവുഡ് താരം നീൽ നിതിൻ മുകേഷ് ഈ ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷം ചെയ്യുന്നുണ്ട്. നീൽ നിതിൻ മുകേഷ് ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത്. തെലുങ്ക് താരം മാളവിക ശർമ്മയാണ് നായിക. ആദം ജോൺ, കടുവ, മാസ്റ്റേഴ്സ്, ലണ്ടൻ ബ്രിഡ്ജ് എന്നീ ചിത്രങ്ങൾക്കു ശേഷം ജിനു എബ്രഹാമിൻ്റെ സ്ക്രിപ്റ്റിൽ പൃഥ്വി അഭിനയിക്കുന്ന ചിത്രമാണ് ഖലീഫ. ജിനു ഇന്നൊവേഷൻ്റെ ബാനറിൽ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയായ ജിനു എബ്രഹാം തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒപ്പം സിജോ സ്റ്റെബാസ്റ്റ്യനും. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവരൊക്കെയാണ്. മ്യൂസിക് ജെക്സ് ബിജോയി, DOP ജോമോൻ ടി ജോൺ, എഡിറ്റിംഗ് ചമൻ ചാക്കോ, ആക്ഷൻ കൊറിയോഗ്രാഫർ ബോളിവുഡിൽ നിന്നുള്ള യാനിക് ബെൻ, ഒപ്പം ചേതൻ ഡിസ്യൂസ, സ്റ്റണ്ട് ഫീനിക്സ് പ്രഭു, രഞ്ജി പണിക്കർ, മോഹിനി, ഇന്ദ്രൻസ്, രജീഷ വിജയൻ തുടങ്ങി താരനിര അണിനിരക്കുന്നു. വ്യൂവേഴ്സ് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തും. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.